9 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗോൽക്കൊണ്ട കോട്ടയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹൈദരാബാദിന്റെ പിറവിക്ക് കാരണമായ ചരിത്ര സാക്ഷ്യമായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. ആട്ടിടയന്മാരുടെ കുന്ന് എന്നർത്ഥം വരുന്ന ഗോൽക്കൊണ്ട എന്ന പേരിന് പിന്നിൽ ഒരു ഐതിഹ്യം തന്നെയുണ്ട്. കാകതീയ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ആട്ടിടയൻ ഈ കുന്നിൽ ഒരു വിഗ്രഹം കണ്ടെത്തിയിരുന്നു. വിവരം കേട്ടറിഞ്ഞ രാജാവ് അതിനായി ഒരു ക്ഷേത്രം പണിതു. പിന്നീട് ഈ പ്രദേശം ബ്രഹ്മനി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിൽ വന്നതോടെയാണ് ഗോൽക്കൊണ്ട കോട്ട ഒരു ശക്തി കേന്ദ്രമായി മാറുന്നത്. ആകെ 8 ഗേറ്റുകളാണ് ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് ചുറ്റുമുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഫത്തേ ദർവാസ എന്ന ഗേറ്റ് ആണ്. മുഗളന്മാർക്കും സുൽത്താൻമാർക്ക് പോലും തകർക്കാനാകാത്ത ശക്തിയുള്ളതായിരുന്നു ഇത്. ഈ കവാടത്തിൽ നിന്ന് കൈകൊട്ടിയാൽ ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ബാലഹിസാറിൽ വരെ ശബ്ദം കേൾക്കാമെന്നതും ഈ കോട്ടയുടെ ശില്പ മികവിനുള്ള ഉദാഹരണമാണ്. ആ കാലത്ത് രാജകുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായാണ് ഇത്തരം ശബ്ദവ്യാപന സംവിധാനം ഒരുക്കിയത്. പുരാതന കാലത്ത് ഗോൽക്കൊണ്ട ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് വജ്ര വ്യാപാരത്തിന്റെ നിലനിൽപ്പ് കൊണ്ട് ഈ നഗരം ലോക ശ്രദ്ധ നേടിയിരുന്നു. ലോക പ്രശസ്തമായ കോഹിനൂർ, ദാരിയ ഇ നൂർ, നൂറുൽ ഐൻ, ഹോപ്പ് ഡയമണ്ട് തുടങ്ങിയവ ഇവിടെ നിന്നാണ് ലഭിച്ചത്. തുരങ്കങ്ങളെക്കുറിച്ചും കോട്ടയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും ഇന്ന് വിവിധ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിൽ പലതും ഇപ്പോഴും തെളിവുകളില്ലാത്തവയാണ്. കോട്ട സന്ദർശിക്കാൻ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് ഏറ്റവും അനുയോജ്യം. വേനൽക്കാലത്ത് തീക്ഷ്ണമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ വിനോദസഞ്ചാരികൾ ഈ കാലത്ത് സന്ദർശനം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഈ കോട്ടയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഇന്ത്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ കോട്ടയെ മാറ്റിയിട്ടുണ്ട്. രാജപുത്ര ദ്രാവിഡ ഇസ്ലാമിക വാസ്തുശൈലികളുടെ മനോഹരമായ സംയോജനമാണ് ഈ ഫോർട്ട്. അതിനാൽ തന്നെ ചരിത്ര പ്രേമികൾക്കും ശില്പകലാസ്വാദകരും വിനോദസഞ്ചാരികൾക്കും ഇതൊരു മനോഹരമായ അനുഭവം തന്നെയാണ്.